എൻ്റെ അനുഭവങ്ങളിലൂടെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു അനുഭവം ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. ഞാനിങ്ങനെ എൻ്റെ ചാനലിലൂടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണം ഒരുപാട് ദിവസമായി ആഗ്രഹിക്കുന്നു. അതിന് കാരണം എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. 3 മാസം കിടപ്പിലായിരുന്നു. ഇനി 1 മാസം കൂടി കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ചാനലിൽ ഈ പരിപാടി ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. മോണിറ്റേഷൻ ആവാത്തൊരു ചാനലാണ്. നിങ്ങളെല്ലാവരും കൂടിയിട്ട് അത് വാച്ച് അവറൊക്കെ കൂട്ടി കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണം. കിടപ്പിലാണ്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഫസ്റ്റിൽ ഉംറക്കാണ് സൗദി അറേബ്യയിലേക്ക് പോകുന്നത് പ്രവാസിയായിട്ട്. അവിടുന്ന് എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പിടിക്കപ്പെടാതിരിക്കാനുള്ളൊരു ജോലി ചെയ്യണം. അങ്ങനെ ഒരു മെസ്സ് 3 ആൾ കൂടിയിട്ടൊരു മെസ്സ് നടത്തി. അതിലൊരു മലപ്പുറത്തുകാരൻ അബ്ദുറഹ്മാക്ക, പിന്നെ ഒരു കോട്ടയംകാരൻ്റെ ഒരു അച്ഛൻ. അപ്പോൾ അവരെ കൂടെ ഞാനും കൂടി ഒരു റൂമിൽ 10-15 ആളുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു 10 റൂം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ശമ്പളം അയക്കാനുണ്ടാവും. അങ്ങനെ ജോലിയായിട്ടൊക്കെ ഇങ്ങനെ പോയി അവരെ കൂടെ നിന്ന് ബിരിയാണി അതുപോലുള്ള മെസ്സിൻ്റെ എന്തൊക്കെയാണോ അതൊക്കെ പഠിച്ചെടുത്ത് ഞാനും ഒരു മെസ്സ് സ്വന്തമായിട്ട് തുടങ്ങി. അങ്ങനെ കുറേ കാലങ്ങൾ നിന്നപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോരണം എന്ന് വിചാരിച്ചപ്പോഴാണ് പിന്നെ പ്രശ്നങ്ങൾ. അങ്ങനെ ജിദ്ദയിലെ കന്ദ്ര പാലത്തിൻ്റെ ചോട്ടിൽ, കുബരി എന്ന് പറയും, ആ കുബരീൻ്റെ ചോട്ടിൽ പോയിരിക്കണം. ഇല്ലെങ്കിലോ എവിടെയെങ്കിലും ജവാസാത്ത് ആളെ പിടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടെ നമ്മളിങ്ങനെ നടന്നു പോയാൽ താൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. നമ്മളെ ഇക്കാമ ചോദിക്കും. ഇക്കാമല്ല എന്ന് പറഞ്ഞാൽ വണ്ടി കയറ്റും, നമ്മളെ കൊണ്ടുവിടും. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് സംഭവങ്ങളുണ്ട്. അതൊന്നും ഞാനിതിൽ വിവരിക്കുന്നില്ല. കാരണം ആ നാടിനെ പറ്റി നമ്മൾ മോശമായിട്ട് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വല്ലാത്ത സംഭവമായിട്ട് മാറും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടുന്ന് ഒരുപാട് ആളുകൾ മക്കളെ കെട്ടിക്കാനും വീട് വെക്കാനും ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് ഇവിടുന്ന് പോയിട്ടുള്ള ആളുകളൊക്കെ ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നാടിനെ നമ്മൾ മോശമായിട്ട് പറയുന്നത് ശരിയല്ല. ആ നാട്ടിൽ ഒരു നിയമമുണ്ട്. ആ നിയമം ലംഘിച്ച് കഴിഞ്ഞാൽ പീഡനങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ജയിലിലേക്ക് എംബസി വരും. എംബസി വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഔട്ട് പാസ് ക്ലിയർ ചെയ്യണം. അതൊരു വെള്ള പാസ്പോർട്ടാണ് വേണമെന്ന് ഔട്ട് പാസ് കിട്ടുക. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മളെ കയറ്റി വിടും. ബോംബെയിലേക്കോ ഡൽഹിയിലേക്കോ എവിടേക്കാ ഫ്ലൈറ്റ് അവിടേക്ക് നമ്മളെ ഫ്രീ ആയിട്ട്, ഒരു പൈസ ഇല്ലാതെ അവരെ പൈസ കൊണ്ട് നമ്മളെ കയറ്റി വിടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഞാൻ മെസ്സ് നടത്തുന്നുണ്ടെങ്കിലും ഞാനൊരു ഭക്ഷണപ്രിയനാണ്. ഭക്ഷണം ഉണ്ടാക്കാനും അതുപോലെ കഴിക്കാനൊക്കെ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം പാകിസ്ഥാനി റൊട്ടി, അതുപോലെ അവരെ കടായി. ആ കടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറുത്ത ചട്ടിയിൽ തിളച്ച ചിക്കൻ കടായി അത് കൊണ്ടുവരും. അതിൻ്റെ മുകളിലിങ്ങനെ ഈ പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ല സ്മെല്ലാണ്. പിന്നെ അവരെ റൊട്ടി നല്ല സോഫ്റ്റാണ്, ചൂടോടുകൂടി. അത് തണുത്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ റബ്ബർ ഷീറ്റ് വലിക്കുന്ന പോലെ വലിക്കണം. അത് വേറെ കാര്യം. നമ്മുടെ നാട്ടിൽ ആ കടായി വന്നപ്പോൾ ആ കടായിയുടെ സ്മെല്ലും അതിൻ്റെ നിറവും ഒക്കെ മാറി. ഒരു ചുമന്ന കളറാണ്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായി. ആ കല്യാണത്തിന് ഞാൻ പോയി. അവിടെ കടായും നെയ്ച്ചോറുമാണ്. അപ്പോൾ അവിടെ ചിക്കനൊക്കെ കഴുകി കൊണ്ടുവച്ച് കുറച്ച് കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ചിക്കനൊക്കെ ഒരു ചെമ്പരത്തി പൂവിൻ്റെ കളറാണ്. അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ, ഒരുപാട് കളറ് ചേർത്തിയിട്ട് അവർ പൊരിച്ചിട്ടൊക്കെയാണ് കടായി ഉണ്ടാക്കുന്നത്. പിറ്റേ ദിവസം കഴിക്കാൻ ചെന്നപ്പോഴും അതേപോലെ തന്നെ കൈയൊക്കെ കഴുകി കഴിഞ്ഞാൽ ഒരു ചുമന്ന കളറുണ്ടാവും കൈമേൽ. അപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അപ്പോൾ ബംഗാളികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ ഭക്ഷണത്തിൻ്റെ രീതികളൊക്കെ ഒരുപാട് മാറി. നമ്മുടെ ആ നാടൻ ചിക്കൻ കറി, ആ നാടൻ ബീഫ് കറി, മട്ടൻ കറി, ഇതൊക്കെ പോയി. ഇപ്പം മീൻ കറിയിൽ വരെ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അച്ചായൻ, അവർ കോട്ടയത്തുള്ള ആളാണ്. അദ്ദേഹമൊക്കെ ഉണ്ടാക്കുന്ന മീൻ കറിയുടെ ടേസ്റ്റ് എന്താണെന്നറിയോ? ആ കളറെന്നൊക്കെ പറഞ്ഞ ഒരു മഞ്ഞയും കുറഞ്ഞൊരു ചുവപ്പോ കൂടിയില്ല കളർ. പക്ഷേ നമ്മളെ നാട്ടിലേക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എവിടെ പോയാലും, ഇപ്പോൾ കോട്ടയത്ത് പോയി കഴിഞ്ഞാലും ബംഗാളികളാണ് അവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. ആ മീൻ കറിയൊക്കെ ഒരു ചുമന്ന കളറാണ്. ചിക്കനാണെങ്കിൽ ചിക്കൻ ചുമന്ന്. ഇതൊക്കെ നമുക്ക് അവർ തരുന്നു. നമ്മളത് ആർത്തിയോടുകൂടി, നമ്മളെ മക്കളും നമ്മളൊക്കെ പോയിട്ട് ആർത്തിയോടുകൂടി കഴിക്കുന്നു. പക്ഷേ അവർ കഴിക്കുന്ന ഭക്ഷണം അങ്ങനെയല്ല. അവർ കഴിക്കുന്ന ഭക്ഷണം അവർ കാലത്ത് വന്നിട്ട് അവർ പച്ചക്കറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും. രാത്രിയിൽ അതേപോലെ തന്നെ അവരൊരു പൊരിച്ച മീനും പച്ചക്കറിയിലൊക്കെ ഇട്ടിട്ട്, ആ കറി ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്.
അതാണ് അവർ കഴിക്കുന്നത്. പക്ഷേ നമുക്ക് തരുന്നത് ഈ വെറും കളറായിട്ടുള്ള സംഭവം. ഈ കളറ് വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള അസുഖങ്ങളുണ്ടാകുക, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്കോ നമ്മളെ ഫാമിലിയിലോ നമ്മളെ നാട്ടുകാർക്കാരെങ്കിലും വന്ന് നമ്മളെ സങ്കടത്തിലാണ്. അപ്പോൾ അതൊന്നും കഴിക്കാതിരിക്കുക. അറബി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൽ കിട്ടുന്ന ഫുഡല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അറബി ഫുഡ് എന്ന് പറഞ്ഞാൽ അത് ടേസ്റ്റ് ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഫുഡാണ്. അതിലൊരു മായോ കളറോ ഒന്നും ചേർക്കുന്നില്ല. അതൊക്കെ ബംഗാളികൾ നമ്മളെ നാട്ടിലേക്ക് കുഴിമന്തി, ഈ പറയും പോലെ ചിക്കൻ കടായി, ചിക്കൻ അൽഫാം, സവായ ഈ ചിക്കൻ സവായ എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ കളറൊന്നും ചേർക്കില്ല. അത് ആ ചൂട് തട്ടിയിട്ട് അതിൻ്റെ തൊലി വെന്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ചുമന്ന കളറാണ്. അത് ഇവിടെ വന്നപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ നല്ല ചുമന്ന കളർ. അത് ഇവർ കളർ കൂട്ടിയിട്ടാണ് ഈ മെഷീനിലേക്ക് ഇത് കയറ്റി വിടുന്നത്. അപ്പോൾ മാരകമായിട്ടുള്ള വിഷമാണ് നമ്മൾ കഴിക്കുന്നത്. അത് എല്ലാ ബംഗാളികളും അതുപോലെയല്ല, എല്ലാ ഹോട്ടലുകാരും അതുപോലെയല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് സംസാരിച്ചതല്ല. ചില ഹോട്ടലുകളും ചില ബംഗാളികളും ഉണ്ടാകുന്ന ഫുഡാണ്. അത് കഴിക്കുമ്പോൾ അവർ കിച്ചണിൽ സ്വകാര്യമായിട്ട് പറഞ്ഞ് ചിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട. ഞാനും ഒരു ഹോട്ടൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. എനിക്കത് വ്യക്തമായിട്ടറിയാം. അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും നല്ല ഭക്ഷണം നമ്മളെ മക്കൾക്ക് കൊടുക്കുക, നമുക്ക് കഴിക്കാം. പിന്നെ നല്ല ഭക്ഷണം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ പോയി നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടി, അതുപോലെ എല്ലാ അതായത് കിഡ്നി പേഷ്യൻറ്റിൻ്റെ എണ്ണം കൂടി, അങ്ങനെ എല്ലാ അസുഖങ്ങളും കൂടിക്കൂടി വരിക. അതിൻ്റെയൊക്കെ കാരണം ഫുഡിൽ മായം കലർത്തിയത് കൊണ്ട് തന്നെയാണ്, അല്ലാത്ത ഒരു വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊരു മെസ്സേജായിട്ട് കണക്കിലെടുക്കുക. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റുകൾ ഒരുപാടുണ്ടാവും. അത് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമൻറ്റുകളുണ്ടാവും. അത് അയക്കുക. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടുകാരന്മാരോടൊക്കെ പറയുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്ന് മോണിറ്റേഷൻ ആവട്ടെ. ഓക്കെ, എല്ലാവരും എന്നെ സഹായിക്കുക. താങ്ക് യു. അടുത്തൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ.